മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ അടുത്ത് CBI അന്വേഷണം തരാം, ഇപ്പോൾ തരാം, ഓക്കെ എന്ന് പറഞ്ഞിട്ട് അതൊരു 10-15 ദിവസവും 20 ദിവസം പറഞ്ഞ് അത് തന്നെ പറഞ്ഞു പറ്റിച്ചു. അക്ഷയ് എന്ന് പറഞ്ഞാൽ MM മണിയുടെ ചിറകിൻ്റെ അകത്ത് കിടക്കുന്ന അഭയം പ്രാപിച്ച് കിടക്കുന്ന അക്ഷയ്, അവനെ തുറന്നുകൂടി. എന്തിനാ MM മണി സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? അവനാണ് ഈ പരിപാടി മൊത്തം എക്സിക്യൂട്ടീവ്. അവനാ ഇതിൻ്റെ കൊലപാതകവും അല്ലെങ്കിൽ അവനെ 8 മാസത്തോളം എന്റെ മകൻ പറഞ്ഞിട്ടുണ്ട്, ആശ്രയ ചേട്ടൻ അവിടെ വന്നിട്ടുണ്ടെന്ന്. അത് കേരള സർക്കാർ അട്ടിമറിച്ചു. 20 ദിവസം കൊണ്ട് അട്ടിമറിച്ച് രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടുത്ത് മാത്രമേ ഞാൻ പോകാറുള്ളൂ. പോയി കഴിഞ്ഞാൽ എന്നെയും കൊല്ലും. അതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. ഇപ്പൊ കണ്ടില്ലേ 41-ന് സിദ്ധാർത്ഥന്റെ അമ്മയുടെ ഒരു അവസ്ഥ വളരെ സങ്കടകരമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം സ്വയമേ ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത സ്ഥിതിയായി. ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ 41 കഴിഞ്ഞിട്ട് ഞാൻ മുമ്പേ പറഞ്ഞു, മകൻ്റെ 41 കഴിഞ്ഞിട്ട് എൻ്റെ പ്രക്ഷോഭം മാറ്റി എനിക്ക് പോയാൽ പറ്റുള്ളൂ. നാളെ മുതൽ ഇറങ്ങണമെന്ന് തീരുമാനിച്ചുകൊണ്ടിരുന്നു. നാളെ മുതൽ ഞാൻ മുമ്പേ പറഞ്ഞു, എൻ്റെ മകൻ്റെ ചടങ്ങ് കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഇതിൻ്റെ പ്രക്ഷോഭം മാറ്റി ഇറങ്ങും. അതിൻ്റെ കുടുംബമായിട്ട് തന്നെ ഇറങ്ങും. അല്ലെ ഞാൻ മാത്രമല്ല, ഞാൻ ഇറങ്ങാൻ പോയി. ഞാൻ ഇന്ന് നാളെ മുതൽ ഞാനും എൻ്റെ മകനും മാത്രമായിട്ട് ഇറങ്ങാൻ പോയി. മുമ്പ് കുടുംബത്തിലാണ് ഉദ്ദേശിച്ചത്, ഭാര്യ ഉൾപ്പെടാം. പക്ഷേ ഒരിക്കലും എൻ്റെ ഭാര്യ സമ്മതിച്ചില്ല. അവളും കൂടെ വരണമെന്നാണ് പറയുന്നത്. അവളും കൂടെ വന്നിട്ട് മുന്നിൽ അവൾ വേണം, ക്ലിപ്പ് ഹൗസിലോട്ട് പോകണമെങ്കിൽ മുന്നിൽ അവൾ വേണം, എന്നെങ്കിൽ പോയാൽ മതിയെന്നാണ്. പക്ഷേ ഇപ്പോൾ ആരോഗ്യം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. നടക്കാൻ പോലും പറ്റില്ല. ഇപ്പം തന്നെ കുഴഞ്ഞു വീഴും. ശരിക്കും വേണ്ടി വന്നാൽ ചിലപ്പോൾ ഒരാഴ്ചയോടെ സമയം എടുക്കുമായിരിക്കും. എടുത്തു കഴിഞ്ഞാലും ഉറപ്പായിട്ട് ഞാനത് ഉറപ്പായിട്ട് 100% പോകും. കാരണം എന്നെ ചതിക്കുകയാണ്. കേരള സർക്കാർ എന്നെ ചതിക്കുകയും ആദ്യം പോലീസ് ഭരണം, പോലീസ് അന്വേഷണം ആഭ്യന്തരമന്ത്രി എന്നുള്ള രീതിയിൽ എന്നെ പറഞ്ഞു പറ്റിച്ചു. പോലീസ് അന്വേഷണം എങ്ങും എത്തിയില്ല. അവരെ എല്ലാ സമ്മർദ്ദത്തിലും അടിമപ്പെട്ട്, ആ പോലീസ് ഉദ്യോഗത്തിന് അടിമപ്പെട്ട് അത് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു. രണ്ടാമത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ അടുത്ത് CBI അന്വേഷണം തരാം, ഇപ്പോൾ തരാം, ഓക്കെ എന്ന് പറഞ്ഞിട്ട് അതൊരു 10-15 ദിവസവും 20 ദിവസം പറഞ്ഞ് അത് തന്നെ പറഞ്ഞു പറ്റിച്ചു. അടുത്ത് വീണ്ടും ഈ CBI അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് കൊച്ചിക്ക് കൊടുക്കാതെ ഇവിടെ ഡൽഹിക്ക് കൊടുക്കാനുള്ള സാധനം കൊച്ചിക്ക് കൊടുക്കാനുള്ള സാധനം ഡൽഹിക്ക് കൊടുത്തു എന്നും പറഞ്ഞിട്ട് അവരെന്നെ പറഞ്ഞു പറ്റിച്ചു. അത് ആഭ്യന്തരമന്ത്രി എന്നുള്ള രീതിയിൽ വീണ്ടും പറഞ്ഞു പറ്റിച്ചു. അപ്പോൾ എന്നെ മൊത്തം പറ്റിച്ചുകൊണ്ടിരിക്കുക ഈ ആഭ്യന്തര മന്ത്രാലയം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഈ കുരങ്ങനെ പോലെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമില്ലല്ലോ. ഞാൻ അതിൽ കൃത്യമായിട്ട് ഞാൻ ഇടപെട്ടേ പറ്റുള്ളൂ. അത് 2-3 കാര്യങ്ങളുണ്ട്. ആ പെൺകുട്ടികളുണ്ട്, ചതിച്ചു കൊന്ന പെൺകുട്ടികളെ ഇതുവരെയ്ക്കും അറസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഈ ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, പെൺകുട്ടികൾ ഉൾപ്പെടെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അവർ കുറ്റക്കാരാണെന്ന്. കോളേജ് അധികൃതർ പറയുന്നത് പെൺകുട്ടികളെ വിട്ടുകളയാണ്. അതുകൊണ്ടല്ല, അത് രാഷ്ട്രീയമായിട്ട് നല്ല സമ്മർദ്ദമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്തില്ല. അക്ഷയ് എന്ന് പറഞ്ഞാൽ MM മണിയുടെ ചിറകിൻ്റെ അകത്ത് കിടക്കുന്ന അഭയം പ്രാപിച്ച് കിടക്കുന്ന അക്ഷയ്, അവനെ തുറന്നുകൂടി. എന്തിനാ MM മണി സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? അവരെ വെളിയിലിട്ടിട്ട് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യും. ഇതെല്ലാം ഉന്നയിച്ചിട്ട് തന്നെയാണ് ഞാൻ ഉറപ്പായിട്ട് പോകും, ക്ലിപ്പ് ഹൗസിൽ പോകും. അല്ല, ഞാൻ ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എൻ്റെ വീട്ടിലെ സ്ഥിതി, എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി, അവരുടെ ആ സങ്കടം നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ. ഈ സങ്കടം എല്ലാം കണ്ടിട്ട് എനിക്കങ്ങനെ വിട്ടിരിക്കാൻ പറ്റും? ഒരിക്കലും വിട്ടിരിക്കാൻ പറ്റില്ല. ഇതിൽ പ്രക്ഷോഭമായിട്ട് പോയി എന്നെ ചതിച്ച ആഭ്യന്തരമന്ത്രി ആരാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരാണ്, അവനെ ഈ അക്ഷയെ സംരക്ഷിക്കണം, MM മണി എന്തിന് സംരക്ഷിക്കുന്നു, അതെല്ലാം എനിക്ക് ചോദിച്ചിട്ട് ഞാൻ പോകും. പിന്നെ 8 മാസത്തോളം അവനെ പീഡിപ്പിച്ചത്, 8 മാസത്തോളം ഡെയിലി എല്ലാ ദിവസവും പീഡിപ്പിച്ചിട്ട് അവനെതിരെ അതിന് ഫുൾ സപ്പോർട്ട് കൊടുത്ത ആ SFIയുടെ ഈ കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവ് എന്തിനാ അവിടെ എല്ലാ ദിവസവും വിസിറ്റ് ചെയ്തു? എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? അവനാണ് ഈ പരിപാടി മൊത്തം എക്സിക്യൂട്ടീവ്. അവനാ ഇതിൻ്റെ കൊലപാതകവും അല്ലെങ്കിൽ അവനെ 8 മാസത്തോളം ഒരു ഡ്രസ്സ് പോലും ഇല്ലാതെ അവനെ സൈൻ ചെയ്യിപ്പിച്ച് ആ വീട്ടിൽ ആ റൂമിൽ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചിട്ട് അതെല്ലാം ചെയ്തത് അവനാണല്ലോ. അവൻ്റെ പങ്കെന്തിന് അന്വേഷിക്കുന്നില്ല? എന്തുകൊണ്ട് പോലീസ് അവരിലേക്ക് പോകുന്നില്ല? ഇതെല്ലാം ഉന്നയിച്ചിട്ട് ഞാൻ ഉറപ്പായിട്ട് ഞാൻ പോകും. എനിക്ക് സമരത്തിൽ നിന്ന് യാതൊരു വീഴ്ചയും മാറ്റമില്ല. ഞാൻ നാളെ പോകുമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. നാളെ പോകാൻ തീരുമാനിച്ചതോ. പക്ഷേ എൻ്റെ ഭാര്യ അത് സമ്മതിക്കുന്നില്ല ഇപ്പോഴും. കാരണം ഭാര്യയ്ക്കും കൂടെ വരണം. അവൾ തന്നെ മുന്നിൽ നിന്നേ പറ്റുള്ളൂ എന്ന് ഒരേ വാശി നിൽക്കുക. അതുകൊണ്ട് ഇപ്പം ആരോഗ്യസ്ഥിതി ഇങ്ങനെ ആയതുകൊണ്ട് ഇപ്പോൾ പോകാൻ പറ്റില്ല. ഇത്രയും കാര്യങ്ങളുമാണ്. പിന്നെ CBI അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് തട്ടിക്കൂട്ടിയ ഒരു പേപ്പർ ഡൽഹിയിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് ഞാൻ 20 ദിവസമായിട്ട് ഇറങ്ങിക്കയറി നടന്നിട്ട് കിട്ടാത്തൊരു പേപ്പർ 2-3 മണിക്കൂർ കൊണ്ട് പെട്ടെന്നൊരു പേപ്പർ കിട്ടിയിട്ട് ഒരു പ്രഹസനം, ആഭ്യന്തര മന്ത്രാലയത്തിൽ അന്വേഷണം, എന്നിട്ട് ഒരു 3 പേരെ സസ്പെൻഷൻ എന്ന് കണ്ണിൽ പൊടിയിടുന്ന അവരാരും ഇത് വിചാരിച്ചാൽ കണ്ണിൽ പൊടിയിട്ടിട്ട് ചുമ്മാ ഇരിക്കാമെന്ന് വിചാരിച്ചാൽ. അപ്പോൾ ഇതിൻ്റെ അങ്ങനെ സസ്പെൻഷൻ ചെയ്യണോ, ആക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് മുതിർന്ന ഉദ്യോഗസ്ഥനെയും തുടങ്ങേണ്ടത്. അവരല്ലേ ചെയ്യേണ്ടത്, അവരല്ലേ ചോദിക്കേണ്ടത്. ഇത്രയും സെൻസേഷനായ കേസിൻ്റെ പേപ്പർ എവിടെ, അത് എന്തുകൊണ്ട് അയച്ചില്ല? അല്ല, ഏറ്റവും താഴെ കിടക്കുന്നത് എനിക്കറിയില്ല.
അതും കഴിഞ്ഞിട്ടുള്ള ബാക്കി ഉദ്യോഗസ്ഥരുടെ ഇടയിൽ ചോദിക്കേണ്ടത്. അവരുണ്ട് ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറിയോ അല്ലെങ്കിൽ അതിന്റെ ബന്ധം വഹിക്കുന്നവരോ അവരോടാണ് ചോദിക്കേണ്ടത്. അവരല്ലേ കുറ്റക്കാർ? അവർ കുറ്റക്കാരും ആഭ്യന്തരമന്ത്രിയല്ലേ കുറ്റക്കാർ? അപ്പോൾ അവർക്കറിയില്ലേ ഇന്ന ഒരു കാര്യം ഈ കാര്യം നടക്കുന്നു, ഇത് ശക്തമായിട്ട് അതിൽ ഇടപെടണം എന്നൊന്നും നോക്കിയിരുന്നത്. പിന്നെ അവന്റെ ഡിപ്പാർട്ട്മെന്റ്, അവൻ പഠിച്ചിരുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? മൃഗസംരക്ഷണ വകുപ്പിൽ. മൃഗസംരക്ഷണ വകുപ്പിലെ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്തു? അവസാനം ഡീന് ഈ VC സസ്പെൻഷൻ പിൻവലിച്ചു. 33 പേരെ സസ്പെൻഷൻ പിൻവലിച്ചപ്പോൾ VC ചെയ്തത് നിയമവിരുദ്ധമാണെന്ന് കണ്ടിട്ട് ചാൻസലർ ഇത് VCയുടെ അത് പിൻവലിച്ചു. VC രാജിവെച്ചു പോയി. ഓക്കെ, അതിന് ലിസ്റ്റ് കൊടുത്തതാരാ? ഡീനാ. പുതിയ ഡീനാ കൊടുത്തത്. ഡീനിനെതിരെ മൃഗസംരക്ഷണ വകുപ്പ് എന്ത് നടപടിയെടുത്തു? ഇതുവരെയ്ക്കും എടുത്തിട്ടുണ്ടോ? അല്ല, അതിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട് ഷീബ. പ്രൈവറ്റ് സെക്രട്ടറി ഷീബയുടെ മകനെ രക്ഷിക്കാനാണ് VC ചെയ്തത്. ഷീബയ്ക്കൊക്കെ എതിരെ എന്ത് ആക്ഷൻ എടുത്തു? ഷീബയാണല്ലോ റിപ്പോർട്ട് കൊടുത്തത്, ആ ഡീനാണല്ലോ റിപ്പോർട്ട് കൊടുത്തത്. അവർ ആ മൃഗസംരക്ഷണ വകുപ്പിന്റെ ആ ഡിപ്പാർട്ട്മെന്റാണ്, ആ മന്ത്രി. അതിന് ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ, എല്ലാത്തിനും ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. എനിക്ക് ബാക്കിയുള്ളവർക്കൊക്കെ ഇതിന് വേറെ ആൾക്കാർക്ക് ചോദിക്കാൻ ഭയങ്കര പേടിയായിരിക്കും. എനിക്കൊരു പേടിയില്ല, ഞാൻ ചോദിക്കേണ്ടടുത്ത് പോയി ചോദിക്കും. കാരണം ഇന്നത്തോടുകൂടി എൻ്റെ ഈ ബന്ധനം മതിയാക്കി. ഞാൻ ഇതുവരെയ്ക്കും ഞാൻ അത് ശരിക്കും ബന്ധിച്ച് കിടക്കുകയായിരുന്നു. 41 ദിവസം വരെ ഞാൻ കൂടുതലായിട്ട് ഇത് പ്രതികരിക്കാതിരുന്നത്. ഇന്നത്തോടെ എൻ്റെ ചടങ്ങ് കഴിഞ്ഞു, എൻ്റെ മകൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു. എനിക്ക് ഞാൻ അവൻ്റെ നീതിക്ക് വേണ്ടി ഞാൻ ഏതറ്റം വരെ പോരാടും. നാളെ മുതൽ ഞാൻ ക്ലിപ്പ് ഹൗസിൽ രാവിലെ പോകാനിരുന്നതാണ്. എൻ്റെ ഭാര്യയ്ക്ക് അതിൻ്റെ ആരോഗ്യമില്ല. അവളെ ആരോഗ്യം കൂടെ ശരിയായി കഴിഞ്ഞിട്ട് ഞാൻ ഉടനെ തന്നെ ഞാൻ ഇറങ്ങും. ഈ കാര്യങ്ങൾ അറിയാമില്ലെങ്കിൽ, ആ പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ, അക്ഷയെ അറസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഡീനെതിരെ ആക്ഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ, പിന്നെ എന്തുകൊണ്ട് ഈ ഇത്രയും ദിവസം ഈ CBI അന്വേഷണം വൈകിപ്പിക്കാനുള്ള കാരണത്തിൽ ഈ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് എന്തുകൊണ്ട് ആക്ഷൻ എടുത്തില്ല? ഇത്രയും കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞാൻ ഉടനെ തന്നെ ഞാൻ ഇറങ്ങും. ഈ കാര്യങ്ങൾ അറിയാമില്ലെങ്കിൽ, ആ പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ, അക്ഷയെ അറസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഡീനെതിരെ ആക്ഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ, പിന്നെ എന്തുകൊണ്ട് ഈ ഇത്രയും ദിവസം ഈ CBI അന്വേഷണം വൈകിപ്പിക്കാനുള്ള കാരണത്തിൽ ഈ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് എന്തുകൊണ്ട് ആക്ഷൻ എടുത്തില്ല? ഇത്രയും കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞാൻ ഉടനെ തന്നെ ഞാൻ അതിനെ സമരം തുടങ്ങും. അക്ഷയ, SFIയുടെ മുതിർന്ന നേതാവെന്ന് അക്ഷയ, വേറെ ആരുമില്ല. അക്ഷയ അവിടെ വന്ന്, അക്ഷയ് ചേട്ടൻ അവിടെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് എന്റെ മോൻ അവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്റെ മോൻ അവിടെ വരുന്നു പറഞ്ഞിട്ടുണ്ട്. അവിടെ വന്നിട്ടുണ്ട്. സോറി ആർഷോ എന്റെ മകൻ പറഞ്ഞിട്ടുണ്ട്. ആർഷോ ചേട്ടൻ അവിടെ വന്നിട്ടുണ്ടെന്ന്. അവ അവിടെ വന്നിട്ടുണ്ട്. എന്തിനാ വരുന്നത്? ഇപ്പോഴല്ല പറഞ്ഞിട്ടുള്ളത്, പണ്ട് വന്നിട്ടുണ്ട്. വളരെ സ്നേഹത്തോടെ അവൻ പറയുന്നത്. ആർഷോ ചേട്ടൻ ഇനി വന്ന് യൂണിയൻ റൂമിൽ അവിടെ കിടക്കുന്നുണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അപ്പോൾ 8 മാസം കൊണ്ട് എൻ്റെ മകനെ ഡെയിലി രാവിലെ വൈകുന്നേരം വന്ന് സൈൻ ചെയ്യിപ്പിക്കുമ്പോൾ ഈ ആർഷോ ചേട്ടൻ നോക്കി നിരസിക്കുകയില്ലേ? എന്ന് രസിച്ചുകൊണ്ടിരുന്നത് അതെന്താ പോലീസ് അന്വേഷിക്കാത്തത്? അത് അന്വേഷിക്കണമല്ലോ. 1-2 ദിവസം കൊണ്ടല്ല, 8 മാസം കൊണ്ട് അവൻ ചെയ്യുക, അനുഭവിക്കുക. ഈ മാവോയിസ്റ്റിന്റെ അതേ രീതിയിൽ, മാവോയിസ്റ്റിന്റെ ഈ നക്സലിന് കിട്ടിയ അതേ ട്രെയിനിങ്ങാണ് കിട്ടിയിരിക്കുന്നത്. ഒരു ശരീരം മുറിവില്ലാതെ എങ്ങനെ ചതച്ച് റെഡിയാക്കാം എന്നുള്ള രീതിയിൽ അവർ കറക്റ്റായിട്ട് എങ്ങനെ കിട്ടിയിട്ടുണ്ട്. അത് തന്നെയാണ് ഈ SFI എന്നുള്ള ഈ നക്സൽ തീവ്രവാദികൾ ചെയ്തിരിക്കുന്നത്. അവർ തന്നെയാണ് ഫുൾ ഉത്തരവാദി. അവരിതിൽ ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ആഭ്യന്തര മന്ത്രാലയം പറയണം. കാര്യം നല്ല അവരെ പാർട്ടിയാണ് ഭരിക്കുന്നത്. അത് പറയണം. പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അന്വേഷണം വരുമ്പോൾ പറയേണ്ടി വരും. ഇല്ലെങ്കിൽ ഞാനത് പ്രശ്നമായിട്ട് ഇറങ്ങും. അല്ല, ആർക്കും ആർഷോ ചേട്ടനാണെങ്കിലും ആർക്കൊന്നും വലിയ കൊമ്പൊന്നുമില്ല. എല്ലാവരും ഇവിടെ ജീവിക്കേണ്ടവരാ. കേരളത്തിൽ ജീവിച്ചേ പറ്റുള്ളൂ എല്ലാവർക്കും. അല്ല, CBIയുടെ അന്വേഷണ പരിധി എന്ന് പറഞ്ഞാൽ CBI ഇതുവരെയ്ക്കും അന്വേഷണം ഏറ്റെടുത്തിട്ടില്ലല്ലോ. ഇവർ തട്ടിക്കൂട്ടിയ ഒരു പേപ്പർ പെട്ടെന്ന് കൊടുത്തിട്ടേ ഉള്ളൂ. അങ്ങനെ അറിയാം. അപ്പോൾ CBI അന്വേഷണം ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ കാരണങ്ങളുണ്ട്. അതിപ്പോൾ CBIയുടെ കുറ്റമല്ല, അവർക്ക് അതിൻ്റെ പ്രൊസീജിയറുണ്ട്. അത് അവരെ അന്വേഷണം ആദ്യമേ എടുക്കണമെന്നുണ്ടെങ്കിൽ കേരള സർക്കാർ ചെയ്യണമായിരുന്നു. ആദ്യമേ അതിൻ്റെ മര്യാദയ്ക്കുള്ള പേപ്പർ കൃത്യമായിട്ട് കൊടുക്കണമായിരുന്നു. അതിൻ്റെ പ്രൊഫോമ എന്നുള്ള പേപ്പർ എനിക്ക് ഇപ്പോഴും തന്നെ അറിയാൻ പറ്റും. ആ സാധനം അത് കൊടുക്കണമായിരുന്നു. അത് കൊടുത്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് ഉടനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ CBI ഉടനെ എടുക്കണമായിരുന്നു. അത് ഈ കേരള സർക്കാർ അട്ടിമറിച്ചു. 20 ദിവസം കൊണ്ട് അട്ടിമറിച്ചു. അവർക്ക് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അട്ടിമറിച്ചുകൊണ്ടിരിക്കും. എന്നിട്ടാണ് ഇപ്പോൾ തട്ടിക്കൂട്ടി 1 മണിക്കൂർ കൊണ്ട് ഒരു പ്രൊഫോമ പേപ്പറും ട്രാൻസ്ലേഷൻ പേപ്പറും തട്ടിക്കൂട്ടി കൊണ്ടുപോയത്. ഇനി അവർ CBI ഏറ്റെടുക്കുമോ അല്ലെങ്കിൽ ഏറ്റെടുക്കുമോ ഇല്ലേ, അത് CBIയുടെ മേളിലാണ്. അപ്പോൾ എനിക്ക് അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ഇത് അട്ടിമറിച്ച കേരള സർക്കാർ അടിമൊഴി അട്ടിമറിച്ചു. ഈ പോലീസ് കേസും അട്ടിമറിച്ചു. CBI അന്വേഷണത്തിൽ ഇവിടുന്ന് കൊടുക്കേണ്ട പെർഫോമ പേപ്പറും അതിന്റെ റിപ്പോർട്ട് കംപ്ലീറ്റ് അട്ടിമറിച്ചു കഴിഞ്ഞു. ഈ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോ നിരന്തരം കോളേജിൽ വരുന്നുണ്ട്. അങ്ങ് നേരത്തെയും ഉന്നയിച്ചതാണ്. അപ്പോൾ ആർഷയെ കൂടി ഇതിൽ പ്രതിചേർത്ത് കേസെടുക്കണമെന്നാണ് അങ്ങ് ആവശ്യപ്പെടുന്നത്. തീർച്ചയായും ആർഷയെ കൂടെ പേരെടുക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ അത് കൊലപാതകത്തിൽ മാത്രമല്ല, 8 മാസം അവനെ അവിടെ ഒരു ഉടുതുണി പോലും ഇല്ലാതെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. രാവിലെയും വൈകുന്നേരം. ഞാൻ പറയുന്നതല്ല, അത് ആന്റി റാഗിംഗ് സ്ക്വാഡ് പറയുന്നതാണ്. ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിലുള്ളതാണ്. 2 പെൺകുട്ടികൾ അവനെ ഉപദ്രവിച്ചത് ആസ്വദിച്ചുകൊണ്ടിരുന്നു. അത് അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല.
പിന്നെ ഈ ആർഷോ എല്ലാ 8 മാസം വന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡ് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞത് എന്റെ മകനാണ്. അപ്പൊ പറയും എന്റെ മകൻ പറഞ്ഞു ഇപ്പൊ തെളിവില്ലല്ലോ മരിച്ചു പോയത്. ഓക്കെ, തെളിയിക്കുക. ആർഷോ അവിടെ വന്നിട്ട് പോയില്ല എന്നുള്ളത് അവന്റെ മൊബൈൽ ചെക്ക് ചെയ്തിട്ട് അവൻ സൈബർ സെൽ ചെക്ക് ചെയ്യട്ടെ. 8 മാസം എത്ര ദിവസം ആ പൂക്കോട് റേഞ്ചിലുണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. രാവിലെ വൈകുന്നേരം ഉണ്ടെങ്കിൽ ഓരോ മാസവും ആർട്സ് ആണെങ്കിൽ സ്പോർട്സ് ബാക്കി പരിപാടിക്കെല്ലാം ഇതേ അവിടെ ഉണ്ടെന്നാണ് എന്റെ മകൻ പറഞ്ഞിട്ടുള്ളത്. അത് ചിലപ്പോൾ എന്റെ മകൻ പറഞ്ഞിട്ടുള്ള കള്ളമാണെന്നുണ്ടെങ്കിൽ അവന് മൊബൈൽ ചെക്ക് ചെയ്യാം, അവന്റെ സൈബർ സെല്ലിൽ ചെക്ക് ചെയ്യാം അവിടെ വന്നിട്ടുണ്ടോ. അവിടെ മുമ്പ് യൂണിയൻ റൂമിൽ പോയിട്ടാണ് അവന് ഈ സൈൻ ചെയ്യേണ്ടി വരുന്നത്. യൂണിയൻ റൂമിന്റെ അരുണിന്റെ റൂമിൽ പോയിട്ടാണ് അരുണ ഇതിന് നോക്കി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അൺട്രസ്റ്റഡ് ആയിട്ട് ഒരു മനുഷ്യനെ നിർത്തിയിട്ട് അവൻ പറയുമ്പോൾ പറയുമ്പോൾ സൈൻ ചെയ്യണം. ചിലപ്പോൾ മുട്ടിൽ എഴിഞ്ഞിരിക്കണം. ഇതൊക്കെ യൂണിയൻ പ്രസിഡന്റ് ചെയർമാന്റെ ലീലാവിലാസം. ആ ദിവസം ഈ 8 മാസം വരെ ഒരു ദിവസം പോലും യൂണിയൻ റൂമിൽ ഈ ആർഷോച്ചേട്ട ഇല്ല എന്ന് പറഞ്ഞാൽ ആർക്ക് വിശ്വസിക്കാൻ പറ്റും? അവരുണ്ട്, ഉറപ്പായിട്ടുണ്ട്. ഇത് അന്വേഷിച്ചേ പറ്റുള്ളൂ. ചിലപ്പോൾ ഈ അവസാനം കൊലപാതകം എക്സിക്യൂട്ട് ചെയ്തത് അവനായിരിക്കും. ഇങ്ങനെ ചെയ്യണം, ഈ രീതി ചെയ്താൽ മുറിവില്ലാത്ത രീതിയിൽ ചെയ്യണം. അവരൊക്കെ മാവോയിസ്റ്റിന് ഇത് കിട്ടിയിട്ടുള്ളതാണ്, ട്രെയിനിങ് കിട്ടിയിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ആൾക്കാരാണ്, തീവ്രവാദികൾ തന്നെയാണ് ഈ SFI. അതുകൊണ്ട് അവൻ പ്രതി ഇനിയിപ്പോൾ ചേർക്കാൻ വേണ്ടി എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം അത് ചേർക്കില്ല, 100% ചേർക്കില്ല. അത് ഭരണപക്ഷിക്ക് അവനെ പ്രതി ചേർക്കാൻ പോയിട്ട് 150 കേസുള്ളവനെ ഇനി ഈ പ്രതി ചേർക്കാൻ പറ്റും. അത് CBI അന്വേഷിച്ച് CBI അവനിലോട്ട് വരട്ടെ, അത്രയേ പറ്റും. അതാണ് പറഞ്ഞത്. ചിലപ്പം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, സമരം ചെയ്യേണ്ടത് ഈ റിപ്പോർട്ട് ആന്റി റാഗിംഗ് സ്ക്വാഡ് വന്നിട്ട് അതിൽ പറഞ്ഞിട്ടുള്ള കുറ്റവാളികൾ ആ 2 പെൺകുട്ടികളുണ്ട്. ആ പെൺകുട്ടികളെ പേരിൽ പോലീസ് അന്വേഷണം നടത്തിയിട്ടില്ല, നടത്തി ചോദ്യം ചെയ്തിട്ടില്ല. പിന്നെ അവനെ ചതിച്ച പെൺകുട്ടിയുണ്ട്, അത് ആദ്യമേ ഉള്ളത്. അത് പരാതി കൊടുത്ത ബിൻസിയ എന്നുള്ള ഒരു പെൺകുട്ടിയുണ്ട്. അവളെ അമ്മ എന്ന് പറഞ്ഞാൽ ഇവിടെ കമ്മീഷൻ ഓഫീസ് ജോലിയുള്ളതാണ്, കമ്മീഷൻ ഓഫീസ് ഉയർന്ന ജോലിയുള്ളതാണ്. അവളെ വെറുതെ വിട്ടു, പോലീസ് വെറുതെ വിട്ടു. അത് ചതിച്ച് വരുത്തിയത്. അത് 18-ാം തീയതി കൊല്ലപ്പെട്ടിട്ട് പരാതി കൊടുത്ത 20-ാം തീയതി അത് അവിടുത്തെ ഇന്ത്യയിലെ കംപ്ലൈന്റ് കമ്മിറ്റി അത് പാസ്സാക്കി വിടുന്ന 26-ാം തീയതി. ഇത്രയും ദിവസത്തെ ഈ ഒരു വലിയൊരു കള്ളക്കളി നടന്നിട്ട് ബിൻസി എന്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്തില്ല? പിന്നെ ഇവനെ പാറപ്പുറത്ത് വെച്ചിട്ട് മർദ്ദിച്ചത് 2 പെൺകുട്ടികളെ വീഡിയോയിൽ എടുത്തുകൊണ്ടിരുന്നത്, അത് ആസ്വദിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞിട്ട് ആന്റി റാഗിംഗ് കണ്ടുപിടിച്ചു സ്ക്വാഡ്. ഒരാഴ്ചയുള്ളൂ. അവരെന്തുകൊണ്ട് ഇതൊരിക്കലും ക്വസ്റ്റ്യൻ ചെയ്തില്ല? ഡീനാണ് അഴിച്ചിറക്കിയത്, ബോഡി അഴിച്ചിറക്കിയ ഡീനിന്റെ നേതൃത്വത്തിലാണ് അഴിച്ചിറക്കിയതെന്ന് വ്യക്തമായിട്ടുണ്ട്. ആ പാചകക്കാരൻ പറഞ്ഞിട്ടുണ്ട്. പാചകക്കാരനെ അവർ നാട് കടത്തി. അതെന്തുകൊണ്ട് പോലീസ് അന്വേഷണം വന്നില്ല? ഇതെല്ലാം അന്വേഷിക്കണം. അവരെ പെൺകുട്ടികളെ അന്വേഷിക്കണം, ഇതിൽ കൊണ്ടുവരണം. ബിൻസി അറസ്റ്റ് ചെയ്യണം, അക്ഷയ് മണിയുടെ ചിറകിനകത്തിരിക്കുന്ന അക്ഷയെ അറസ്റ്റ് ചെയ്യണം. ഇതെല്ലാം ചെയ്യണം. അറസ്റ്റ് ചെയ്ത് അന്വേഷണം കൊണ്ടുപോയേ പറ്റുള്ളൂ. അതിനുവേണ്ടിയാണ് ഞാൻ സമരം ചെയ്യുന്നത്. അത് CBI അല്ല ചെയ്യേണ്ടത്. അത് CBI ഒരു പോലീസ് ആദ്യം കൊടുക്കണമല്ലോ. പോലീസിൽ എന്തുകൊണ്ട് പോലീസ് മാറി നിന്ന് പോലീസ് അന്വേഷണം മതിയാക്കിയില്ലല്ലോ. CBI അന്വേഷണം പറഞ്ഞു എന്ന ഉടനെ പോലീസ് അന്വേഷണം മതിയാക്കില്ല. പോലീസ് അന്വേഷണം മതിയാക്കുന്നത് എന്ന് പറഞ്ഞാൽ CBI വരും, ഇവർ മൊത്തം ഫയൽ അങ്ങോട്ട് കൊടുക്കും. ഫയൽ ഹാൻഡ് ഓവർ ചെയ്ത് മാത്രമേ പോലീസ് അന്വേഷണം മതിയാക്കൂ. അതാണ് നിയമം. അല്ല ഇവിടുന്ന് ഒരു പേപ്പർ വിട്ടു എന്ന് പറഞ്ഞിട്ട് പോലീസ് അന്വേഷണം ഒരിക്കലും മതിയാക്കില്ല. അത് നിയമമല്ല. CBI അന്വേഷണം ഇവിടെ വരും, ഇവിടെ വന്നിട്ട് അവർ ഫുൾ പേപ്പർ ഹാൻഡ് ഓവർ ചെയ്യണം. ഇപ്പോൾ പോലീസ് അന്വേഷണം മതിയാക്കി. അതെന്തുകൊണ്ട് മതിയാക്കി? അല്ലെങ്കിൽ എവിടെ നിന്ന് അവർക്ക് നിർദ്ദേശം കിട്ടി? ആഭ്യന്തരമന്ത്രിയിൽ നിന്നാണോ അല്ലെങ്കിൽ മന്ത്രാലയത്തിൽ നിന്നാണോ അത് കിട്ടി? അതെനിക്കറിയണം. അതിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നത്. അത് വൈകിപ്പിച്ചത്, അത് അട്ടിമറിച്ചത്. ഇനി അത് എടുക്കുമോ ഇല്ലയെന്ന് തന്നെ എനിക്കറിയില്ല. കാരണം അത്രയ്ക്കുള്ള മോശം റിപ്പോർട്ടാണ് ഇവിടെ നിന്ന് കൊടുത്തേക്കുന്നത്. വെറും ഒരു സംശയത്തിന്റെ പേരിൽ ഒരു കുട്ടി തൂങ്ങി മരിച്ചു എന്നുള്ള രീതിയിലാണ്, അങ്ങനെ എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം 1 മണിക്കൂർ കൊണ്ടില്ലെങ്കിൽ തട്ടിക്കൂട്ടി കൊടുക്കില്ല. അതൊരു കാര്യം. അല്ല CBI അന്വേഷണം വൈകുന്നു എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ സമരത്തിന് പോകുന്നത്. അട്ടിമറിച്ചു എന്നുള്ള കാര്യം. പിന്നെ ഇവരെല്ലാവരും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? അതെനിക്കറിയണം. അത് ഇപ്പോൾ ഇതൊരിക്കലും ആരോടും പറയാതെ ഒരു പോലീസ് അന്വേഷണം മതിയാക്കി. അത് എവിടെ നിന്ന് പോലീസ് അന്വേഷണം മതിയാക്കാനായിട്ട് ഇവർക്ക് എവിടെ നിന്ന് നിർദ്ദേശം കിട്ടി? അതെനിക്കറിയണമല്ലോ. CBI അന്വേഷണം ആരംഭിച്ചിട്ടുമില്ല, പോലീസ് അന്വേഷണം മതിയാക്കുകയും ചെയ്തു. അല്ല, ക്ലിപ്പ് ഹൗസിന്റെ മുമ്പോട്ട് ഞാൻ പോകും. ചിലപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്ന ചിലപ്പോൾ ഞാൻ അവിടെ കിടക്കും, നിരാഹാരമായിട്ട് അവിടെ കിടക്കും, ഇല്ലെങ്കിൽ അവിടെ സമരം ചെയ്യും. അത് എന്റെ കുടുംബത്തിന്റെ ഉള്ള ഒരു തീരുമാനത്തിലാണ്. മിക്കവാറും എന്റെ വൈഫിന്റെ ആരോഗ്യസ്ഥിതി ശരിയായിട്ട് ഞാൻ അത് ചെയ്യും. അതിനു മുമ്പേ ഇത്ര കാര്യങ്ങൾ ശരിയാക്കിയില്ലെങ്കിൽ, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ അറസ്റ്റ്, ഈ പെൺകുട്ടികൾ വരെ ആക്ഷൻ എടുത്തില്ലെങ്കിൽ, അക്ഷയെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ, ഡീനിനെതിരെ ആക്ഷൻ എടുത്തില്ലെങ്കിൽ, പോലീസ് കേസ് മുമ്പോട്ട് കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സമരം ചെയ്യും. അല്ല വെറുതെ പോയി സമരം ചെയ്യുന്നല്ല പറഞ്ഞത്. ഇത്രയും കാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉടനെ സമരം ചെയ്യും. അതവർ ചെയ്തേ പറ്റുള്ളൂ. അങ്ങ് പ്രതിപക്ഷ നേതാവിനെ അതുപോലെ തന്നെ പ്രതിപക്ഷ സംഘടനകളുടെ നേതാക്കളെയൊക്കെ കണ്ടതിന് പിന്നാലെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടാകുന്നത്. ഒരു റിപ്പോർട്ട് അയക്കുന്നു, അവിടെ ഉണ്ടായിരുന്ന 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ഇടപെടൽ മാത്രം കണ്ടിട്ടാണോ സർക്കാർ ഈ തരത്തിലുള്ള നീക്കം നടത്തുന്നത്? ഇല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഞാൻ പ്രതിപക്ഷ നേതാവിനെ കണ്ടത് ഞാൻ രാഷ്ട്രീയ ഇടപെടാൻ വേണ്ടി മാത്രം, ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ കണ്ടത്.
അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷമൊന്നും പറഞ്ഞാണ് സർക്കാർ കൊള്ളയുമായി കാണിക്കുമ്പോൾ നേർവഴിക്ക് കൊണ്ടുവരാനാണ് പ്രതിപക്ഷം. അവരെന്തെങ്കിലും വേണ്ടാത്തരം കാണിക്കുമ്പോൾ അങ്ങനെയല്ല ഇങ്ങനെ എന്നൊക്കെ പറയാൻ വേണ്ടിയാണല്ലോ പ്രതിപക്ഷം. ഞാൻ ആ ഒരു രീതിയിലാണ് പ്രതിപക്ഷത്തിൻ്റെ അടുത്ത് പോയത്. അല്ല, പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയപരമായിട്ട് എല്ലാം ഇത് അങ്ങനെ കണ്ടിട്ടുമില്ല, ഇതുവരെയ്ക്കും അദ്ദേഹം ഇങ്ങനെ അങ്ങനെ ചോദിച്ചിട്ടുമില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് മാത്രമല്ലല്ലോ പോയത്. ഞാൻ VM മുരളീധരൻ സാറിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്, രാജീവ് ചന്ദ്രസേൻ്റെ അടുത്ത് പോയിട്ടുണ്ട്, പ്രകാശ് ജാവദേക്കർ സാറുണ്ട്, പ്രകാശ് ജാവദേക്കർ സാറ്, ഗവർണർ സാറ്, ഇവരെല്ലായിടത്തും ഞാൻ പോയിട്ടുണ്ടല്ലോ. ഇവരാരും ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനെ എൻ്റെ ഒരിക്കലും സംസാരിച്ചിട്ടില്ല. പോവാത്തെന്ന് പറഞ്ഞാൽ അവനെ കൊന്ന ഈ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടുത്ത് മാത്രമേ ഞാൻ പോകാറുള്ളൂ. പോയി കഴിഞ്ഞാൽ എന്നെയും കൊല്ലും, അതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. ബാക്കിയുള്ള എല്ലായിടത്തും പോകുന്നതെന്ന് പറഞ്ഞാൽ ആരും ഇതുവരെയ്ക്കും എന്നെ രാഷ്ട്രീയപരമായിട്ട് എന്നെ സമീപിച്ചിട്ടുമില്ല, ഒന്നും സംസാരിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ സാറാണെന്നുണ്ടെങ്കിൽ വളരെ സ്നേഹത്തോടെയും ഈ കേസിന് അദ്ദേഹത്തിന് വളരെ താല്പര്യമുള്ള രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. അല്ലാതെ രാഷ്ട്രീയപരമായിട്ട് എന്നോട് ഇതുവരെയ്ക്കും ആരും രാഷ്ട്രീയപരമായിട്ട് സംസാരിച്ചിട്ടുമില്ല. ഒരു രീതിയിൽ അങ്ങനെ ഒരു ഹിന്റ് പോലും എന്നോട് തന്നിട്ടില്ല.